ഹായ്, നമുക്കിന്ന് ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാം. നാഷണൽ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താൽ ചെറിയ ചെറിയ ബസ്സുകളിൽ കയറി നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിന് മുകളിലേക്ക് പോകാം. ഇരവികുളം പാർക്കിന് മുകളിലേക്കുള്ള യാത്രയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൃശ്യഭംഗിയാണ്. കണ്ടു നോക്കി, ഇരുവശങ്ങളിലും മനോഹാരിത അതിൻ്റെ പൂർണ്ണതയിലാണ്. ഏത് വശത്തേക്ക് നോക്കണമെന്നറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആനമുടി കണ്ടില്ലേ, അങ്ങ് ദൂരെ മഞ്ഞുമൂടി കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് ബസ് നിർത്തിയാൽ അവിടുന്ന് തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞു കിടക്കുന്ന വഴികൾ നടന്ന് ഒരു വലിയ കുന്ന് കയറിയാൽ ഇരവികുളം നാഷണൽ പാർക്കിന് മുകളിലെത്താം. പല ബസ്സുകൾ വന്നും പോവുകയും ചെയ്യും. നാം അവിടെ വന്നിറങ്ങിയ ബസ്സിൽ തന്നെ തിരിച്ചു കയറാൻ പറ്റണമെന്നില്ല. കിട്ടിയ ബസ് കയറിയിട്ട് താഴെ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാം. മലകളും കുന്നുകളും തേയിലത്തോട്ടങ്ങളും മൂന്നാർ അതിൻ്റെ മനോഹാരിത എവിടെയും കാത്തു സൂക്ഷിക്കുകയാണ്. മുകളിലുള്ള കയറ്റത്തിനിടെ താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച കാണേണ്ടതാണ്. തളർച്ച തോന്നുമ്പോൾ നിന്നിട്ട് താഴേക്ക് നോക്കിയാൽ മതി. പ്രകൃതി നമ്മിലേക്ക് ഉയരങ്ങൾ കീഴടക്കാനുള്ള ഊർജം പകർന്നുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, താഴോട്ട് നോക്കുമ്പോൾ കണ്ടോ തേയിലത്തോട്ടങ്ങൾ, പലതരം ഔഷധ സസ്യങ്ങൾ ഇടതിങ്ങി വളരുന്ന സ്ഥലമാണിത്. ഇവിടെ വേനലിൽ വറ്റാത്തൊരു നീരുറവയുണ്ട്. ഔഷധ സസ്യങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്ന നീരുറവയിലെ വെള്ളം കുടിച്ചാൽ നമ്മിലേക്ക് നഷ്ടമെന്ന് കരുതിയ കണ്ടില്ലേ നീരുറവ ഊർജം തിരികെ കിട്ടും. നീലക്കുറിഞ്ഞി ചെടികൾ നിറഞ്ഞ സ്ഥലമാണിത്. കണ്ടോ, വേലി കെട്ടിയിട്ട് ധാരാളം നീലക്കുറിഞ്ഞി ചെടികൾ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. വരയാടുകളുടെ സംരക്ഷണ മേഖല കൂടിയാണിവിടം. വരയാടുകൾക്ക് ഒരു കുട്ടിയെ ജനിക്കൂ. ആയതിനാൽ വംശനാശം നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇവിടെ വരയാടുകളെ സംരക്ഷിക്കുന്ന മേഖലയായി മാറ്റിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ബോർഡ് ശ്രദ്ധയപ്പെട്ടത്. അവിടെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ. വരയ്ക്കപ്പുറം കണ്ടില്ലേ, ഒരു ബോർഡ് കണ്ടോ, ഫോട്ടോ എടുത്തോ, വരയ്ക്കപ്പുറം പ്രവേശനമില്ല. ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ടെല്ലാം നോക്കി, കണ്ടോ മനോഹരമായ കാഴ്ചകൾ കണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂന സൗരഭം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോകളെല്ലാം എടുക്കാൻ ഒരു പ്രേരണ ഉണ്ടാവുക. കണ്ട, അതിനപ്പുറം ആ വരക്കപ്പുറം വനമാണ്. അപ്പോൾ ആ വനത്തിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അവിടെ ഒന്നും ആരും ഇല്ല. അവിടെയെല്ലാം വിജനമായി കിടക്കുക. വനപാലകൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടാരായത്. അവിടെ വെയിലൊന്നും കൊള്ളാതെ